الحمد لله الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും കാത്തു സൂക്ഷിച്ച് ഒരു യഥാർത്ഥ മുത്തഖിയായി ജീവിക്കാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കണേ എന്ന് ആമുഖമായി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഗൗരവപൂർവം വസിയ്യത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പാരത്രിക ലോകത്ത് അവൻ്റെ അമ്പിയാക്കളോടും ഔലിയാക്കളോടും സാലിഹുകളോടും ശുഹദാക്കളോടുമൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, മസ്ജിദുമായി ബന്ധപ്പെട്ട, അള്ളാഹുവിൻ്റെ ഭവനങ്ങളുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് കഴിഞ്ഞ ഖുതുബയിലൂടെ നമ്മൾ ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഏറ്റവും സുപ്രധാനമായ മര്യാദ അള്ളാഹുവിൻ്റെ പള്ളികളിൽ വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ദുആ ചെയ്യരുത്. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. വിശുദ്ധ ഖുർആനിൻ്റെ വചനം ഉദ്ധരിച്ചുകൊണ്ട് നമ്മളത് മനസ്സിലാക്കി.
എവിടെ വെച്ചും അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. പ്രത്യേകിച്ച് അള്ളാഹുവിന് ഇബാദത്തുകൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അവിടെ പ്രത്യേകം അത് ശ്രദ്ധിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു. അതേ രൂപത്തിൽ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു വിശ്വാസി പാലിക്കേണ്ട മര്യാദകളാണ് പിന്നീട് നമ്മൾ സംസാരിച്ചത്. അതേ രൂപത്തിൽ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെയുള്ള പ്രാർത്ഥനകളും അവിടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളുമൊക്കെയാണ് നമ്മൾ സംസാരിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഭവനങ്ങളുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ കൂടെ അനിവാര്യമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ തഹയ്യത്തുൽ മസ്ജിദ്, പള്ളിക്കുള്ള മസ്ജിദിനുള്ള അഭിവാദ്യം എന്ന രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന 2 റക്അത്ത് നമസ്കാരം. ചിലരെങ്കിലും അതിനെ പരിഗണിക്കാറില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. എന്നാൽ അതീവ ശ്രദ്ധയോടുകൂടെ സൂക്ഷ്മതയോടുകൂടെ അത് നിലനിർത്തിപ്പോരുന്ന ഭൂരിഭാഗം ആളുകളുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിഷേകമായി പഠിപ്പിച്ച ഒരുപാട് വചനങ്ങളുണ്ട്. വളരെ ഗൗരവത്തോടു കൂടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഹയ്യത്ത് നമസ്കാരത്തെ പഠിപ്പിച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്, ഇദാ ദഖല അഹദുക്കുമുൽ മസ്ജിദ് ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അത്തൈൻ. നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ യജ്ലിസ്, നിങ്ങൾ ഇരിക്കരുത്, ഹത്താ യുസല്ലി റക്അത്തൈൻ, 2 റക്അത്ത് തഹയ്യത്ത് നമസ്കരിക്കുന്നത് വരെ നിങ്ങൾ ഇരിക്കരുത്. അപ്പം ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നമസ്കരിക്കുക എന്നുള്ളത്, തഹയ്യത്ത് നമസ്കരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു, ഖാല ദഖൽതുൽ മസ്ജിദ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ബൈന ളഹ്റാനി നാസ്. ജനങ്ങളോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലുണ്ട്. ആ സമയത്ത് ഞാൻ മസ്ജിദിലേക്ക്, പള്ളിയിലേക്ക് കയറി, ഫജലസ്തു, അങ്ങനെ ഞാൻ കയറിയിട്ട് ആ ആളുകളൊക്കെ ഇരിക്കുന്നുണ്ട്, റസൂലുള്ള ഇരിക്കാൻ, അവരുടെ കൂട്ടത്തിൽ ഞാനും പോയിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ചോദിച്ചു, മാ മനഅക അൻ തറക റകഅതൈനി ഖബ്ല അൻ തജ്ലിസ്. എന്താണ് അബൂ ഖത്താദ, താങ്കൾക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഒരു 2 റക്അത്ത് നമസ്കരിക്കാൻ എന്താണ് താങ്കൾക്ക് പ്രയാസം? ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് നിസ്കരിച്ചുകൂടെ? എന്താണ് താങ്കളെ അതിൽ നിന്ന്, താങ്കൾക്ക് എന്ത് തടസ്സമാണ്, എന്ത് പ്രയാസമാണ് അതിനുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അദ്ദേഹം പറയാണ്, ഞാൻ പറഞ്ഞു, ഫഖുൽതു യാ റസൂലല്ലാഹ് റഅയ്തുക ജാലിസൻ വന്നാസു ജുലൂസ്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുഭാഗത്ത് ആളുകൾ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇരുന്നത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് എന്ന കാര്യം മനസ്സിലാക്കണം. ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ ഇരിക്കുന്നതിന് മുമ്പ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണമെന്ന്, 2 റക്അത്ത് തഹയ്യത്ത് നമസ്കരിക്കണമെന്ന് അതീവ ഗൗരവത്തോടുകൂടെ റസൂലുള്ള പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ അത് പാലിക്കണം, അത് വേണ്ട ഗൗരവത്തോടുകൂടെ തന്നെ പരിഗണിക്കണം എന്നുള്ളതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതേ രൂപത്തിൽ ജുമുഅ ഖുതുബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെയും നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഖാല റജുൽ, ഒരിക്കൽ ജാഅ സുലൈഖുൽ വത്ഫാനി യൗമൽ ജുമുഅ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിക്കൊണ്ടിരിക്കെ മഹാനായ സുലൈഖുൽ വത്ഫാനി റളിയല്ലാഹു അൻഹു എന്ന സഹാബി പള്ളിയിലേക്ക് കടന്നു വന്നു. ഇങ്ങനെ ഫജലസ, അദ്ദേഹം നേരെ റസൂലുള്ളാഹി ഖുതുബ പറയാൻ നേരെ പള്ളിയിലേക്ക് കടന്നു വന്നു. അദ്ദേഹം അവിടെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഖുതുബ, ആ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അവസാനിപ്പിച്ചു. എന്നിട്ട് ചോദിച്ചു, അസ്വല്ലൈത ഫുലാൻ, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടോ? 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടോ? തഹയ്യത്ത് നമസ്കരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞില്ല, ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, യാ സുലൈഖ് ഖും ഫർക റക്അത്തൈനി ഫതജവ്വസ് ഫീഹിമാ. നിങ്ങൾ എഴുന്നേൽക്കുക, എന്നിട്ട് 2 റക്അത്ത് ചെറുതായിട്ട്, വലിയ ഫാത്തിഹയും വലിയ സൂറത്തും അങ്ങനെ ഒരുപാടൊന്നും ഓതാതെ ഒരു ചെറിയ രൂപത്തിൽ വളരെ പെട്ടെന്ന് 2 റക്അത്ത് നമസ്കരിക്കണമെന്ന്. നോക്കൂ എത്രത്തോളം ഗൗരവം ഉണ്ടാകും ആ വിഷയത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയം പഠിപ്പിച്ചിട്ടുള്ളത്.
ഖുതുബ പറയുമ്പോൾ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം അവസാനിപ്പിച്ചിട്ട് ആ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചോ എന്ന് ചോദിക്കാൻ ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ എഴുന്നേൽക്കാനും വളരെ വേഗത്തിൽ തന്നെ വളരെ സ്പീഡിൽ 2 റക്അത്ത് നമസ്കരിക്കണമെന്നും അദ്ദേഹത്തോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോടായി പറഞ്ഞു, ഇദാ ജാ അഹദുക്കും യൗമൽ ജുമുഅ വൽ ഇമാമു യഖ്തുബ്, ഇമാം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ ജുമുഅ ദിവസം വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ അല്ലാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിച്ചാൽ ചെറിയ രൂപത്തിൽ 2 റക്അത്ത് തഹിയ്യത്ത് നിങ്ങൾ നമസ്കരിക്കണം. നോക്കൂ എത്രത്തോളം ഗൗരവത്തോടെ എത്രത്തോളം ഹദീസുകൾ ഈ വിഷയമായിട്ടുണ്ടെന്നറിയോ. അതുകൊണ്ട് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ വേണ്ട പരിഗണനയോടുകൂടെ കാത്തു സൂക്ഷിക്കണമെന്നാണ് ഈ അത്തരം ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർക്കിടയിൽ തഹിയ്യത്ത് നമസ്കാരം നിർബന്ധമാണോ സുന്നത്താണോ എന്ന ചർച്ച വരെയുണ്ട്. കാരണം റസൂലുള്ളാഹിന്റെ ഇത്തരം ഗൗരവത്തിലുള്ള പദപ്രയോഗങ്ങളും ഹദീസിന്റെ ശൈലിയും വിലയിരുത്തിക്കൊണ്ട് അത് ചർച്ച നടക്കുന്നത് നിർബന്ധമാണോ അതോ സുന്നത്താണോ എന്നാണ്. അത്രയും ശ്രേഷ്ഠവും മഹാത്മ്യവും പരിഗണനയും ഉണ്ട് എന്ന വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അതേ രൂപത്തിൽ തന്നെ പള്ളിയിലേക്ക് വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തഹിയ്യത്ത് നമസ്കാരം എവിടെ വെച്ച് നമസ്കരിക്കണം. പലപ്പോഴും നമ്മുടെ പള്ളികളിൽ ഇതുപോലെ തിങ്ങി നിറഞ്ഞിരിക്കില്ല, ചിലപ്പോ ഒരുപാട് സൊഫുകൾ ഒഴിവുണ്ടാകാം. അപ്പോ എവിടെയെങ്കിലും വന്ന് നിസ്കരിക്കുക എന്നുള്ളതല്ല, അവിടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് പലരും അവഗണിക്കുന്ന ഒരു സുന്നത്ത് ഈ വിഷയത്തിലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം, സഹാബത്തിന്റെ ഒക്കെ രീതി നമുക്ക് കാണാം, പ്രവാചകന്റെ പല ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം മഹാനായ യസീദ് ബിൻ അബി ഉബൈദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല കുൻതു ആതി മഅ സലമത്ത് ബിൻ അക്വ, സലമത്ത് ബിൻ അക്വ എന്ന സ്വഹാബിയോടൊപ്പം ഞാൻ അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് ഒരിക്കൽ പ്രവേശിക്കുകയുണ്ടായി. അപ്പോൾ ഫയുസല്ലി ഇൻദൽ ഉസ്തുവാന അല്ലതി ഇൻദൽ മുസ്ഹഫ്, മുസ്ഹഫ് ഒക്കെ ഖുർആനിന്റെ കോപ്പികളൊക്കെ അടുക്കി വെച്ചിരുന്ന ഒരു തൂണുണ്ട്. ആ തൂണിന്റെ പിറകിലേക്ക് പോയിട്ട് അദ്ദേഹം നമസ്കരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. ഫഖുൽതു യാ അബാ മുസ്ലിം അറാക തതഹറ സ്വലാത ഇൻദ ഹാദിഹിൽ ഉസ്തുവാന, എന്തുകൊണ്ടാണ് താങ്കൾ എപ്പോൾ വന്നാലും നമസ്കരിക്കാൻ ആ തൂണിന്റെ പിറകിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ പലപ്പോഴും നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഖാല, അദ്ദേഹം പറഞ്ഞു, ഫഇന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യതഹറ സ്വലാത ഇൻദഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഉസ്തുവാനയുടെ ആ തൂണിന്റെ പിറകിൽ വെച്ചുകൊണ്ട് നമസ്കരിക്കാൻ ശ്രദ്ധിക്കുന്നതായിട്ട്, അതിന് താല്പര്യം കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അഥവാ ഇതിന് സുത്രത്തുൽ മുസല്ലി എന്നാണ് പറയാ. മുസല്ലി നമസ്കരിക്കുന്നതിന് ഒരു മറയുണ്ടാവണം. പലപ്പോഴും നമുക്ക് എവിടെയാണ് ഒരു ഗ്യാപ്പ് ഉള്ളത്, നമ്മൾ അവിടെ നിസ്കരിക്കുന്ന രീതി അശ്രദ്ധ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ പലരുടെ അടുത്തും കാണാം. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം അത് ശ്രദ്ധിച്ചു എന്നറിയോ? പള്ളിയിൽ വെച്ചുള്ള നമസ്കാരത്തിൽ മാത്രമല്ല, പെരുന്നാൾ നമസ്കാരത്തിൽ മുസല്ലയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ, അതേപോലെ യാത്രയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ ഒക്കെ മഹാനായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ ഖറജ യൗമൽ ഈദ്, ഈദിന്റെ ദിവസം മുസല്ലയിലേക്ക് പുറപ്പെട്ടാൽ അമറ ബിൽ ഹറബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വടി കൊണ്ടുവരാൻ പറയും, ഒരു കുന്തം കൊണ്ടുവരാൻ പറയും. എന്നിട്ട് ഫതൂദഉ ബൈന യദൈ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമാണ് ഇമാം, അദ്ദേഹത്തിന്റെ മുമ്പിൽ അത് കുഴിച്ചിടും, ആ മണലിൽ അത് നാട്ടി വെക്കും. ഫയുസല്ലി ഇലൈഹ, എന്നിട്ട് അതിനെ തിരിഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കാറുള്ളത്. ആ മരുഭൂമിയാണ്, അവിടെ തുറന്നൊരു പ്രദേശത്ത് വെച്ചിട്ട് ഒരു മറയില്ലാതെ അല്ല റസൂലുള്ളാഹി നമസ്കരിച്ചിട്ടുള്ളത്. അവിടെയും ഒരു സുത്ര ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു മറ വെക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധിച്ചിട്ടുണ്ട്. വന്നാസു വറാഅ, ജനങ്ങളൊക്കെ റസൂലുള്ളാഹിന്റെ പിറകിൽ നിൽക്കും. വകാന യഫ്അലു ദാലിക ഫി സഫർ, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്രയിലും ചെയ്യാറുണ്ട്. നമ്മൾ യാത്ര എന്ന് പറയുമ്പോൾ മരുഭൂമിയിലൂടെയുള്ള യാത്രയാണ്. ഈദിന്റെ മുസല്ലയിലുള്ള നമസ്കാരം പോലെ തന്നെയാണ് അവിടെയും. ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഒറ്റക്ക് നിൽക്കുന്ന ഒരാൾ, അയാൾ എവിടെ വെച്ചായാലും, പള്ളിയിൽ വെച്ചായാലും പുറത്തു വെച്ചായാലും യാത്രയിലായാലും മരുഭൂമി എവിടെ വെച്ചായാലും അയാൾക്കൊരു സുത്രയുണ്ടാവണം എന്നുള്ളതാണ് ഈ ഹദീസുകളിലൂടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. എന്നാൽ ജമാഅത്ത് നമസ്കാരത്തിലോ, ജമാഅത്ത് നമസ്കാരത്തിൽ ഇങ്ങനെ ഒരു തുറന്ന പ്രദേശത്താണ്, അവിടെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമില്ല. ഇമാമിന്റെ മുമ്പിൽ മതി മറ എന്നുള്ളത്. കാരണം ഇവിടെ നിസ്കരിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ മാത്രമാണ് ഒരു കുന്തം നാട്ടിയത്. വന്നാസു വറാഅ, ജനങ്ങളൊക്കെ, മഹാനായ ഇമാം ബുഖാരി ഈ ഹദീസ് കൊണ്ടുവരുന്ന ബാബ് സുത്രത്തുൽ ഇമാമി സുത്രത്തുൽ ലിമൻ ഖൽഫഹു എന്ന അധ്യായത്തിലാണ്. ഇമാമിന്റെ സുത്ര, ഇമാമിന്റെ മറ, അത് ലിമൻ ഖൽഫഹു, അത് പിന്നിലുള്ള മഅ്മൂമുകൾക്ക് മറയാണ് എന്ന്
അദ്ദേഹം കൊണ്ടുവരുന്ന ആ ഹദീസ് കൊണ്ടുവന്നത് ഈ ബാബിന്റെ കീഴിലാണ്. അഥവാ മഅ്മൂമുകൾക്കും ഈ ഒരു സൂത്ര മതി എന്നർത്ഥം. അപ്പൊ അതും നമ്മൾ ശ്രദ്ധിക്കണം. വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിഷയം പഠിപ്പിച്ചിട്ടുണ്ട്. അതിനോട് അടുത്ത് നിൽക്കാൻ, ഒരു മറ എവിടെയെങ്കിലും ഒരു മറ ഉണ്ടാവുക എന്നുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് സുത്രയോട് നമ്മൾ ചേർന്ന ഒരു സുജൂദ് ചെയ്യാനുള്ള ഒരു ഇടം മാത്രമാണ് നമുക്കും സുത്രക്കും ഇടയിലുള്ളത്. അതിനോട് അടുത്തു നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ഹദീസുകൾ നമുക്ക് കാണാം, ഒരു 3 മുഴം എന്ന രൂപത്തിലൊക്കെ ഹദീസുകൾ കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കാന ബൈനൽ മുസല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ ജിദാരി മമറു ഷാത്തിൻ. സുജൂദ് ചെയ്താൽ പിന്നെ ഒരു മമറു ഷാത്ത്, ഒരു ആടിന് ഇങ്ങനെ നടന്നു പോകാനുള്ള ഒരു ഇടം, അത്രയേ ഉള്ളൂ. സുജൂദ് ചെയ്യുന്ന സ്ഥലത്തിനും ആ സുത്രക്കും മറക്കുമിടയിൽ ഒരു ആടിന് നടന്നു പോകാൻ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഒരു ആടിന് നടന്ന് അപ്പൊ എത്ര ഉണ്ടാവും നമുക്കറിയാലോ. ആ രൂപത്തിൽ അതും നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയം, ലൗ യഅലമു الناس ما في النداء والصف الاول ثم لم يجدوا الا ان يستحموا عليه يستحموا. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ബാങ്ക് കൊടുക്കുന്നതിന്റെ ശ്രേഷ്ഠത അല്ലേ? ബാങ്ക് കൊടുക്കുന്ന, നമ്മളെ നാട്ടിലൊക്കെ ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് നമ്മളൊരു പ്രത്യേക പേരൊക്കെ വെച്ച് അയാളെ നമ്മളങ്ങോട്ട് തരം താഴ്ത്തും. എന്നാൽ അതിന്റെ ശ്രേഷ്ഠതയും മാഹാത്മ്യവും പ്രതിഫലവും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അതിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കിയിരുന്നെങ്കിൽ, അതുപോലെ തന്നെ വസ്സഫിൽ അവ്വൽ, ഒന്നാമത്തെ സഫിന്റെ ശ്രേഷ്ഠതയും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ സഫിന്റെ പ്രതിഫലവും മാഹാത്മ്യവും ശ്രേഷ്ഠതയും ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുവെങ്കിൽ നറുക്കിട്ടിട്ടല്ലാതെ അത് കിട്ടുമായിരുന്നില്ല ആളുകൾക്ക്. കാരണം അതിനുവേണ്ടി അവർ മത്സരിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ. അത്രയും പ്രതിഫലമുണ്ട് ഒന്നാമത്തെ സഫിന്. അപ്പോ പള്ളിയിലേക്ക് വന്നാൽ പല ആൾക്കാർ നേരത്തെ വരും, വന്നിട്ട് ബേക്കിൽ പോയിട്ടിരിക്കും. അല്ല, അത് ഒരു പക്ഷേ നമ്മുടെ ഒരു അശ്രദ്ധ കൊണ്ട് ഒരുപാട് പ്രതിഫലം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സമീപത്ത് പള്ളിയിലെ അടക്കവും മര്യാദയും പാലിക്കുക വഴി ഒരുപാട് പ്രതിഫലങ്ങൾ നമുക്ക് കരസ്ഥമാക്കാനുള്ള മാർഗങ്ങളാണ്. അപ്പൊ ഒന്നാമത്തെ സഫിലേക്ക് തന്നെ കടന്നു വരാനും അവിടെ ഇരിക്കാനും ആ പ്രതിഫലം നേടാനും സ്വീകരിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാവണം. അതിന് ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണമെന്നാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അല സഫിൽ അവ്വൽ. ഒന്നാമത്തെ സഫിലുള്ള ആളുകൾക്ക് വേണ്ടി അല്ലാഹു ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. മലക്കുകൾ അല്ലാഹുവിന്റെ അവർക്ക് വേണ്ടിയുള്ള നന്മകൾക്ക് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നാലാമത്തെ വിഷയം, പള്ളിയുമായി നമ്മൾ ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അതീവ ഗൗരവമുള്ള വിഷയം. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, ഇഅ്തഖഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മസ്ജിദ് നബവിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലാണ്. ഫസമിഅഹും യജ്ഹറൂന ബിൽ ഖിറാഅ. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകൾ യജ്ഹറൂന ബിൽ ഖിറാഅ, ഖുർആൻ പാരായണം ചെയ്യാൻ, പക്ഷെ ഉറക്കനെ എങ്ങനെ ഖുർആൻ ഓതുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിക്കുള്ളിൽ ഒരു ടെന്റ് അടിച്ചിട്ട് അതിനുള്ളിലാണ് ഇത്തികാഫ് ഇരിക്കുന്നത്. അങ്ങനെ ഫക്കശഫ സിത്ര, റസൂലുള്ളാഹി ആ ടെന്റിന്റെ അതിന്റെ കർട്ടൻ ഒന്നുകൊണ്ട് നീക്കി. എന്നിട്ട് വഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടായി പറഞ്ഞു, അലാ ഇന്നക്കും കുല്ലക്കും മുനാജി റബ്ബ. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ റബ്ബുമായിട്ട് അഭിമുഖ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിലർ ഖുർആൻ ഓതുന്നുണ്ട്, ചിലർ ദുആ ചെയ്യുന്നുണ്ട്, ചിലർ ദിക്ർ ചൊല്ലുന്നുണ്ട്, ചിലർ നമസ്കരിക്കുന്നുണ്ട്. റബ്ബുമായിട്ടുള്ള സംസാരത്തിലാണ്, റബ്ബിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലാഹുവിന്റെ ഭവനത്തിൽ നിങ്ങൾ. അതുകൊണ്ട് ഫലാ യുഅ്ദിയന്ന ബഅദുകും ബഅദ, നിങ്ങളിൽ ചിലർ മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കരുത്. ആരോടാ പറഞ്ഞത്? ഇത് നമ്മൾ ഓരോരുത്തരും ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ആരോടാണ് പറഞ്ഞത്? യജ്ഹറൂന ബിൽ ഖിറാഅ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഉച്ചത്തിലോതിയ സ്വഹാബത്തിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഫലാ യുഅ്ദിയന്ന ബഅദുകും ബഅദ, നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ പ്രയാസപ്പെടുത്തരുത്. വലാ യർഫഅന്ന ബഅദുകും അലാ ബഅദിൻ ബിൽ ഖിറാഅ, ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തരുത്, ബുദ്ധിമുട്ടിക്കരുത്. സഹോദരങ്ങളെ, എത്രമേൽ ഗൗരവമുണ്ട്.
പള്ളിയിൽ വെച്ച് സംസാരിക്കുന്നവരോടല്ല, തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നവരോടല്ല, മറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളോട് അവരോടാ പറഞ്ഞത്. നിങ്ങൾ നമസ്കരിക്കുന്നവർക്ക് പ്രയാസമുണ്ടാകരുത്, ദുആ ചെയ്യുന്നവർക്ക് പ്രയാസമുണ്ടാക്കരുത്, ദിക്റുകൾ ചൊല്ലുന്നവർക്ക് പ്രയാസമുണ്ടാക്കരുത്. ഞാൻ എന്താണ് പറയുന്നതെന്ന് തിരിയാത്ത രൂപത്തിൽ അവരെ തശ്വീശാക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന ഇടപെടലുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഖുർആൻ ഓതിക്കൊണ്ടോ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടോ മറ്റോ ഉണ്ടാവരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ നമ്മൾ നമ്മുടെ പള്ളിയെ കുറിച്ച് ആലോചിക്കണം. പള്ളിയിൽ നമ്മുടെ ഇടപെടലുകളെ കുറിച്ച് ആലോചിക്കണം. പള്ളിയിൽ നമ്മുടെ മര്യാദകളെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റുള്ളവരോട് തമാശ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും ഒച്ചത്തിൽ സംസാരിച്ചും ദുനിയാവിന്റെ അനാവശ്യ കാര്യങ്ങൾ സംസാരിച്ചും നമസ്കരിക്കുന്നവരെ, ഖുർആൻ പാരായണം ചെയ്യുന്നവരെ, ദുആ ചെയ്യുന്നവരെ, ഇത്തികാഫിരിക്കുന്നവരെ, ദിക്ർ ചൊല്ലുന്നവരെ പ്രയാസപ്പെടുത്തുന്നത് എത്രമേൽ ഗൗരവമുള്ള വിഷയമാണിതെന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി പറഞ്ഞത് സംസാരിക്കുന്നവരോടല്ല, ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ്. അതിന്റെ വിഷയം ഗൗരവത്തോടുകൂടെ നമ്മൾ ഓരോരുത്തരും നമ്മൾ സ്വയം ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ ഭവനമാണിത്, മസ്ജിദാണിത്. ഇത് ഇബാദത്തുകൾ നിർവഹിക്കാനുള്ളതാണ്, ഇത് അള്ളാഹുവിന് ആരാധനകൾ നിർവഹിക്കാനുള്ളതാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് വെക്കണം, സൈലന്റ് ആക്കി വെക്കണം. അത് മറ്റുള്ളവർക്ക് പ്രയാസമാവാതിരിക്കാൻ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ മറന്നുപോകുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ അത് നിത്യമാവുക എന്നുള്ളതും മറ്റുള്ളവർക്ക് ശല്യമാവുക എന്നുള്ളതും ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതുപോലെ തന്നെ അനാവശ്യ സംസാരങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുകയും വേണം. അതേ രൂപത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയകൂനു ഫി ആഖിരി സമാൻ, അന്ത്യനാൾ അടുക്കുമ്പോ ഒരടയാളമുണ്ട്. ഖൗമുൻ യജ്ലിസൂന ഫിൽ മസാജിദി ഹിലഖൻ, പള്ളികളിൽ ചെറിയ ചെറിയ വട്ടങ്ങൾ നിങ്ങൾക്ക് കാണാം, ഹിലഖകൾ നിങ്ങൾക്ക് കാണാം. എന്താണ് അതിന്റെ പ്രത്യേകത? ഇമാമുഹുമുദ് ദുനിയ, അവരവിടെ നിന്നിട്ട് ദിക്ർ ചൊല്ലല്ല, അവരവിടെ നിന്നിട്ട് ഖുർആൻ പാരായണം ചെയ്യല്ല, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ചോ അതല്ലെങ്കിൽ ആദർശത്തെ കുറിച്ചോ സംസാരിക്കുകയല്ല, മറിച്ച് ഇമാമുഹുമുദ് ദുനിയ, അവരുടെ സംസാര വിഷയം ദുനിയാവാണ്, ദുനിയാവിന്റെ വിഷയങ്ങളാണ് അവർ സംസാരിക്കുന്നത്. ഫലാ തുജാലിസുഹും, അവരോടൊപ്പം നിങ്ങൾ ഇരിക്കരുത്. ഫഇന്നഹു ലൈസ ലില്ലാഹി ഫീഹിം ഹാജ, അല്ലാഹുവിന് അവരിൽ യാതൊരു ഹാജത്തും യാതൊരു ആവശ്യവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സഹോദരങ്ങളെ, ഇന്നമാ ഹിയ ലിദിക്രില്ലാ, അല്ലാഹുവിന്റെ ഭവനങ്ങൾ അല്ലാഹുവിനെ സ്മരിക്കാനുള്ളതാണ്. വസ്വലാ വഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യാനും നമസ്കരിക്കാനും ഇബാദത്തുകൾക്കും ഉള്ളതാണ് അല്ലാഹുവിന്റെ പള്ളികളെന്ന് നമ്മൾ തിരിച്ചറിയണം. അതേ രൂപത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം, പള്ളിയിൽ കച്ചവടം പാടില്ല. ചില ആളുകൾ ഉണ്ടാകും പള്ളിയിൽ ഇരുന്നിട്ട് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നവർ. അതുപോലെ തന്നെ നമ്മളെ ഫ്ലിപ്കാർട്ട് ഉണ്ട്, ആമസോൺ ഉണ്ട്, ഒരുപാട് സൈറ്റുകളുണ്ട്. അതൊക്കെ പള്ളിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് സുഖമായി ഇരുന്നിട്ട് വാങ്ങുകയും വിൽക്കുകയും. ഇദാ റഅയ്തും മൻ യബീഉ ഔ യുബ്തഉ ഫിൽ മസ്ജിദി ഫഖൂലു ലാ അർബഹ അല്ലാഹു തിജാറതക, നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യാതിരിക്കട്ടെ, നിനക്ക് ലാഭം നൽകാതിരിക്കട്ടെ എന്ന് അത്തരക്കാരെ നോക്കി നിങ്ങൾ പറയണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു സാധനം കളഞ്ഞു പോയാൽ അമിതമായ ശബ്ദത്തിൽ പള്ളിയിൽ നിന്ന് വിളിച്ചു ചോദിക്കാൻ പോലും പാടില്ല. അങ്ങനെ അതൊക്കെ പള്ളിയോടുള്ള ഒരു മര്യാദയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതേ രൂപത്തിൽ തന്നെ പള്ളി വൃത്തിയായി കൊണ്ടു നടക്കുക എന്നുള്ളതും അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമറ ബി ബിനാഇൽ മസാജിദി ഫിദ്ദൂർ, ആളുകൾ തിങ്ങി താമസിക്കുന്നിടത്തൊക്കെ പള്ളികൾ പണിയാൻ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമല്ല വഅൻ തുതയ്യബ വതുനദ്ദിഫ്, അത് വൃത്തിയായി കൊണ്ടു നടക്കാനും ആ പള്ളിയിൽ സുഗന്ധമുണ്ടാകുവാനും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പള്ളികൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല, അത് പരിപാലിക്കുന്നിടത്ത് അതിങ്ങനെ മാറാല പിടിച്ചു കിടക്കുക, അതിന്റെ ഹൗദ്, അതിന്റെ ടാപ്പ് വുദു എടുക്കുന്ന സ്ഥലത്തൊക്കെ പൂപ്പല് പിടിച്ചിട്ടും വൃത്തികേടായിട്ടും അതിന്റെ ടോയ്ലറ്റിലേക്ക് കയറാൻ പറ്റാത്ത രൂപത്തിൽ സ്മെല്ല്, ഇത് ആരാണ് ശ്രദ്ധിക്കേണ്ടത്? പള്ളികൾ ആരുടേതാണ്? പള്ളികൾ നമ്മുടേതാണ്. നമ്മളിതിങ്ങനെ കാണും. എന്നിട്ട് ചില ആളുകൾ ഉണ്ടാകുമല്ലോ, ഇവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്, അവിടെ പൂപ്പല് പിടിച്ചിട്ടുണ്ട്, അവിടെ മാറാനുണ്ട്. ഇത് പറയേണ്ടവരല്ല നമ്മൾ, ഇത് പ്രവർത്തിക്കേണ്ടവരാണ്. ഇതിന് നമ്മൾ അതിനേൽപ്പിക്കപ്പെട്ട ആരെങ്കിലും ഇങ്ങനെ കാത്തു നിൽക്കേണ്ടതില്ല. കാരണം അല്ലാഹുവിന്റെ ഭവനമാണ്. അനന്യമായ അതുല്യമായ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കാൻ എവിടെയാണോ നമ്മൾ വൃത്തികേട് കണ്ടിട്ടുള്ളത്, ആ വൃത്തികേടുകൾ മാറ്റുന്നതോടുകൂടി ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാനുള്ള അവസരമാണ് നമുക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിനെ വൃത്തിയാക്കിയിരുന്നത് നമുക്കറിയാലോ. ഒരു സ്ത്രീയായിരുന്നു. പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്തൊക്കെ വൃത്തികേടുകളുണ്ടാകും, അതിനും പല ആളുകളെയും കാത്തിരിക്കും. അല്ല, ഒരു ദിവസം നമ്മൾ നിശ്ചയിക്കുകയും 3-4 സ്ത്രീകൾക്ക്, സഹോദരികൾക്ക് വന്ന് അവിടെയൊക്കെ വൃത്തിയാക്കാവുന്നതാണ്. ഇതൊക്കെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണെന്നും
അള്ളാഹുവിന്റെ ഭവനത്തോടുള്ള മര്യാദയാണെന്നും നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട്. ആ രൂപത്തിൽ കൃത്യമായി കൊണ്ടുപോകുവാൻ അള്ളാഹുവിന്റെ ഭവനങ്ങൾ, അവിടെ മര്യാദകൾ പാലിക്കാൻ നമ്മൾ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിആറുകളെ ആദരിക്കുന്ന തഖ്വയുള്ള സത്യവിശ്വാസികളിൽ, വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മസ്ജിദുമായി ബന്ധപ്പെട്ട മര്യാദകളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹുവിന്റെ മസ്ജിദുകൾ ദീൻ പഠിക്കാനുള്ള കേന്ദ്രങ്ങളാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന പള്ളിയിൽ വെച്ചുകൊണ്ട് പ്രവാചകന്റെ അധരങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച, പള്ളിയിൽ നിന്ന് ദീൻ പഠിച്ച സ്വഹാബത്തുൽ കിറാമിലൂടെയാണ് നമുക്ക് ഈ ദീൻ ലഭിച്ചിട്ടുള്ളത്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പ്രബോധനവുമായി, ദീനി പ്രബോധനവുമായി ആളുകൾ പോയത്, സ്വഹാബത്ത് പോയത് പ്രവാചകന്റെ പള്ളിയിൽ നിന്ന് കിട്ടിയ ഇൽമുമായിട്ടാണ്. അതുകൊണ്ട് നമ്മളും ആ വിഷയം ശ്രദ്ധിക്കണം. പള്ളിയിൽ വരിക, നിസ്കരിച്ചു പോകുക എന്നതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ പള്ളികൾ കേന്ദ്രീകരിച്ച് ഇൽമിന്റെ മജ്ലിസുകൾ ഉണ്ടാവണം. ദീൻ പഠിക്കാനുള്ള ഇടങ്ങളാവണം. മിനിമം നമ്മുടെ ഇമാമിനെ ഉപയോഗപ്പെടുത്തിയിട്ട്, നമ്മുടെ പള്ളിയിലെ സേവനം ചെയ്യുന്ന ആളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് വിശുദ്ധ ഖുർആൻ ഓതാനെങ്കിലും നമ്മൾ പഠിക്കണം. ഖുർആൻ തെറ്റില്ലാതെ പാരായണം ചെയ്യാനെങ്കിലും നമുക്ക് പഠിക്കാം. ഒരുപാട് പ്രതിഫലങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നോക്കൂ, മജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാ. അല്ലാഹുവിന്റെ പള്ളികളിൽ ആളുകൾ ഒരുമിച്ച് കൂടും. എന്നിട്ട് യത്ലൂന കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് അവർ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ഫീമാ ബൈനഹും, അവർ പരസ്പരം അത് ദർസ് നടത്താൻ, പഠിക്കുകയാണ്. പള്ളിയിൽ വെച്ചിട്ട് ഖുർആൻ പഠിക്കുകയാണ്. എന്നാൽ ഇല്ലാ നസലത് അലൈഹിമുസ് സകീന, അവർക്ക് സമാധാനം അല്ലാഹു ഇറക്കി കൊടുക്കും. വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യം അവരെ പൊതിയും. വഹഫത്തുഹുമുൽ മലായിക, അല്ലാഹുവിന്റെ മലക്കുകൾ അവരിൽ ഇറങ്ങും. വദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദ, അല്ലാഹുവിന്റെ സമീപത്തുള്ള ആളുകളോട് ഇവരെ കുറിച്ചിട്ട് അല്ലാഹു അഭിമാനം പറയും. നമ്മൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഉണ്ട്. ഇതിന് പള്ളികൾ കേന്ദ്രീകരിച്ച് അള്ളാഹുവിന്റെ ദീൻ പഠിക്കുന്നതും പള്ളിയോടുള്ള ഒരു മര്യാദയാണ്, അതിന്റെ അദബാണ്. അത് വേറെ എവിടെയെങ്കിലും അല്ല, വേറെ എവിടെയും വെക്കണ്ട, അത് നിഷിദ്ധമാണെന്നല്ല, മറിച്ച് അതിന് പള്ളിയിൽ ഒരു സ്ഥിരം സംവിധാനം. ഇനി ഒരു പക്ഷെ നമ്മുടെ എല്ലാ പള്ളികളിലുള്ള ഇമാമുകൾക്ക് അതിനുള്ള ഒരു കഴിവുണ്ടായിന്ന് വരൂല. അങ്ങനെയാണെങ്കിൽ നമ്മളിൽ ഒരാൾ ഒരു ദീനി പുസ്തകം, ഒരു ദീനി ഗ്രന്ഥം, നമുക്ക് ഷെയ്ഖ് അമാനി മൗലവിയുടെ ഒരു തഫ്സീർ, ഒരായത്തെങ്കിലും ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു 5 മിനിറ്റെങ്കിലും അത് വായിക്കുകയും മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യുന്ന ഒരു ഇടമായി നമ്മുടെ പള്ളികൾ, നമ്മുടെ മസ്ജിദുകൾ മാറേണ്ടതുണ്ട്. ഇത്തരം വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ, പള്ളിയുമായി ബന്ധപ്പെട്ട ഇത്തരം അദബുകളൊക്കെ പാലിക്കാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.